ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ KC വേണുഗോപാൽ MD, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പിതാവിൻ്റെ 3ാം ചരമവാർഷികത്തോട് ഇവിടെ നടക്കുന്ന ചടങ്ങ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, കേരള നിയമസഭയുടെ സ്പീക്കർ, എന്തെങ്കിലും അപ്പുറം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന്റെ ഉദ്ഘാടകൻ ആദരണീയനായ KC വേണുഗോപാൽ അവരാണ്. ഭാരതത്തിലെ കോൺഗ്രസിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന, ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിനെ വലിയ വിജയം നേടിത്തന്ന പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർ. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ എന്റെ പിതാവിന്റെ അവസാന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. എന്റെ പിതാവിന് എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജർമ്മനി പോകാനുള്ള ചികിത്സാ ചെലവടക്കം, അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാനും അദ്ദേഹത്തിന്റെ വിയോഗശേഷം തിരിച്ചു വരുവാൻ ഉൾപ്പെടെയുള്ള സകല സൗകര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം വരികയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. പുതുപ്പള്ളിക്ക് വേണ്ടി സ്പെഷ്യലായി അദ്ദേഹം വന്നിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് 5 കോടി രൂപ പുതുപ്പള്ളിയിൽ ഒരു ടെക്നോ പാർക്കിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു. 50 കോടി രൂപ പുതുപ്പള്ളിയുടെ ടെക്നോ പാർക്കിന് നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശ്രീ സാഗറിലെത്തി. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നിമിഷപ്രിയയ്ക്ക് കേസിന്റെ ഇടയ്ക്കാണ്. ആ കേസിൽ വെച്ചാണ് അദ്ദേഹവുമായി പരിചയപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. ഏറ്റവും ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി, ആദരണീയനായ ശ്രീ മോൻസ് ജോസഫ് അവർ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ വലിയൊരു ശക്തി സ്രോതസ്സാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങളെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, ശിഷ്യൻ, അദ്ദേഹത്തിനൊപ്പം ജീവിതകാലം മുഴുവൻ, ഒരു ആയുസ് മുഴുവൻ ചെലവഴിച്ച പ്രിയപ്പെട്ട ശ്രീ T. സിദ്ദീഖ് അവർ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ T. സിദ്ദീഖ് അവർ. പ്രിയപ്പെട്ട ബെന്നി മേനോൻ അവർ, എന്റെ അപ്പനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെക്കാട്ടി കൂടുതൽ സ്നേഹം ബെന്നിച്ചേട്ടനോടായിരുന്നു എന്നൊരു സംശയം. അമ്മയ്ക്ക് ആ സംശയം ഇതുപോലെ ഉണ്ട്. അമ്മ പറഞ്ഞു, എന്നെക്കാട്ടി കൂടുതൽ ബെന്നിയെ നോക്കിയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സഹോദരനായ, എന്റെ പിതാവിന്റെ സഹോദരനായ ശ്രീ ബെന്നി മേനോൻ MD നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ഈ കോട്ടയത്തിന്റെ ജനനായകൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുന്ന ഈ നാടിന്റെ ജനനായകൻ വലിയ ഭൂരിപക്ഷം പുതുപ്പള്ളി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ഏറ്റവും പ്രിയപ്പെട്ട KC ജോസഫ് അവർ, എന്റെ പിതാവിനോടൊപ്പം മന്ത്രിസഭയിലും അല്ലാതെയും ഒക്കെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ശ്രീ KC ജോസഫ് അവരുടെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശിവേരി മഠത്തിന്റെ താന്ത്രിക ആചാര്യൻ ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ നമ്മളോടൊപ്പം ഇന്നിവിടെയുണ്ട്. അദ്ദേഹം നമ്മളെ കാണുവാൻ വേണ്ടി വളരെയധികം ദൂരത്തിൽ വന്നിരിക്കുക. അപ്പൊ ഇന്ന് ശിവേരി മഠത്തിലെ സന്യാസികളുടെ 50ാം വർഷ പ്രവേശനം അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ്. സ്വാമികളെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ തന്നെ കുടുംബത്തിന്റെ ബന്ധുവായ അഭിനന്ദ പോളികാർപ്പോസ് തിരുമേനിയാണ്. തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ അദ്ദേഹം തിരുമേനിയായ ദിവസം മുതൽ ഞങ്ങളുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം, അതിന് മുമ്പും വളരെ അടുത്ത ബന്ധം കൊടുക്കുന്ന തിരുമനസ് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം
പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട PCCയുടെ പ്രസിഡന്റ് ആദരണീയനായ നാട്ടകം സുരേഷ് MLA അവർ, അദ്ദേഹം ഞങ്ങളുടെ ഒരു കൈത്താങ്ങായി, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ശക്തി സ്രോതസ്സായി നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ നാട്ടകം സുരേഷിനെയും കോൺഗ്രസിന്റെ കോട്ടയത്തിന്റെ അധിപനായ അദ്ദേഹത്തെയും ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. NSS കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ V. ഗോപകുമാർ അവർ, അദ്ദേഹവും ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്ന. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വരും. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KK സുരേഷ് അവർ, CSDSന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും അവശ്യ ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടം നടത്തുന്ന ശ്രീ KK സുരേഷ് അവരുടെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഒപ്പം എന്റെ ഒരു വഴികാട്ടി, ഞാൻ MLA ആയ ദിവസം മുതൽ എന്നോടൊപ്പം എല്ലാ പ്രശ്നങ്ങളിലും നിൽക്കുന്ന പ്രിയപ്പെട്ട ജോഷിയാനെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ വിൽസൺ മാത്യു അവർ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പള്ളി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാം കെ വർക്കി മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട JG പാലക്കുടി പാമ്പാടിയിലെ ധീരനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹവും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കോട്ടയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, സമുന്നതരായ കോൺഗ്രസിന്റെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വാഴക്കി ജോസഫ് വാഴക്കൻ അവர்களെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ശ്രീമതി കഥാകുമാരി സലിമോൻ, പ്രിയപ്പെട്ട ശ്രീ KK രാജു, ശ്രീ KB ഗിരീശൻ അടക്കമുള്ളവരെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് മറ്റൊരു ചടങ്ങിന് കൂടി ഇവിടെ വേദിയാവുകയാണ്. ശ്രീ ഡെൽവിൻ ഡാനി, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന വന്നുകൊണ്ടിരിക്കുകയാണ്. സാക് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഇവിടെ വന്ന് ധാരണാപത്രം ഒപ്പിടാൻ പോവുകയാണ്. പുതുപ്പള്ളിയിലെ, ഞാൻ MLA ആയ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, പുതുപ്പള്ളിയിൽ സ്പോർട്സിന്റെ വികസനം ഉണ്ടാകണമെന്നുള്ളത്. ഇന്ന് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ സാക് ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പുതുപ്പള്ളിയിൽ ഒരു സ്പോർട്സ് കം ഇന്നോവേഷൻ സിറ്റിക്ക് തറക്കല്ലിടുവാൻ ധാരണാപത്രം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നീണ്ട് പോകുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വിവാദത്തിന് വേദിയാക്കുക. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ പിതാവിന്റെ ഏത് ചടങ്ങ് നടത്തിയാലും ഇവിടെ വിവാദമാണ്. ഒന്നാം അനുസ്മരണം തൊട്ട് മൂന്നാം അനുസ്മരണം വരെയും വിവാദത്തിന്റെ ഘോഷയാത്രയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തെ വിളിച്ച് ബാക്കി എല്ലാ വിവാദവും നടത്തിപ്പോകും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വിവാദത്തിന്റെ വേദിയായി പുതുപ്പള്ളിയിൽ നന്ദി പറയുന്ന എന്റെ പിതാവിനെയും മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇവിടെ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.